നമ്മൾ എല്ലാവരും തന്നെ പല പല റിലേഷൻഷിപ്പിൽ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണ്. സൗഹൃദമായിരുന്നാലും പ്രണയമായിരുന്നാലും അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫായിരുന്നാലും എല്ലാ റിലേഷൻഷിപ്പിലും ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അതൊക്കെ എത്രത്തോളം നല്ല റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ ഒരു ടോക്സിക് റിലേഷൻഷിപ്പാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനേ പറ്റില്ല. നമ്മുടെ മാനസികാവസ്ഥ ഏത് രീതിയിലാണ് പോകുന്നതെന്നും നമുക്കറിയാനേ പറ്റില്ല. നമുക്കിന്ന് അതൊന്നും അറിയണ്ടേ? നമ്മളോടൊപ്പം ഉള്ളത് ലൈഫ് കോച്ച് ആൻഡ് മൈൻഡ് ട്യൂണർ അനിൽകുമാർ PC. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എനിക്കിന്ന് ചോദിക്കാനുള്ളത്, പല റിലേഷൻഷിപ്പിലാണ് നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. പക്ഷേ ഈ റിലേഷൻഷിപ്പുകൾ ടോക്സിക് ആണോ നല്ലതാണോ എന്ന് എങ്ങനെ നമ്മൾ തിരിച്ചറിയും? റിലേഷൻഷിപ്പ് എന്നതിൻ്റെ അർത്ഥം നമ്മൾ പഠിക്കണം ആദ്യം. വളരെ സിമ്പിൾ. ഞാൻ റിലേഷൻഷിപ്പിനെ 3 തരത്തിൽ കാണാറുണ്ട്. ഒന്ന് ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ്, മറ്റൊന്ന് ഒരു ട്രാൻസാക്ഷണൽ റിലേഷൻഷിപ്പ്, മറ്റൊന്ന് ടോക്സിക് റിലേഷൻഷിപ്പ്. പോസിറ്റീവ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അതാണ് ശരിക്കും ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അതാണ്. 2 ക്രൈറ്റീരിയ ഉള്ളൂ: ഷെയറിങ് ആൻഡ് കെയറിങ്. ഇതാണ് റിലേഷൻഷിപ്പിൻ്റെ തീം. ഒരാൾക്ക് മറ്റൊരാളുമായിട്ട് എന്ത് റിലേഷൻഷിപ്പും ആവട്ടെ, ആ റിലേഷൻഷിപ്പിൻ്റെ ക്വാളിറ്റി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത് ഈ റിലേഷൻഷിപ്പിലുള്ള 2 ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കുണ്ട്, പരസ്പരം. ഈ വാക്ക്, ഒരാൾ ഫുൾ ഷെയറിങ്ങും കെയറിങ്ങും ആണ്, മറ്റേ ആളതൊന്നും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അത് റിലേഷൻഷിപ്പ് അല്ല കേട്ടോ. ഇത് വളരെ ശ്രദ്ധിക്കണം. പരസ്പരമായിരിക്കണം റിലേഷൻഷിപ്പ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവണം. എന്തുണ്ടാവണം? ഷെയറിങ് ആൻഡ് കെയറിങ്. എന്തിൻ്റെയൊക്കെ ഷെയറിങ്? എല്ലാത്തിൻ്റെയും. ഒരു റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിൽ പല റിലേഷൻഷിപ്പും പല ടൈപ്പായിരിക്കാം. അവർ ഫുഡ് ഷെയർ ചെയ്യും, അവർ മണി ഷെയർ ചെയ്യും, അവർ കിടന്നുറങ്ങുന്ന സ്പേസ് ഷെയർ ചെയ്യും, ഷെൽട്ടർ ഷെയർ ചെയ്യും, അവരാശയങ്ങൾ ഷെയർ ചെയ്യും, ഇമോഷൻസ് ഷെയർ ചെയ്യും, ടൈം ഷെയർ ചെയ്യും, എല്ലാം ഷെയർ ചെയ്യും. ഈ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഷെയറിങ്. ഇപ്പോൾ അനീഷയുടെ കയ്യിൽ ഒരു ലഡു കിട്ടിയെന്ന് വിചാരിക്കുക. ഇത് ഒരു ലഡു അല്ല, ഒരു 10 ലഡു കിട്ടിയെന്ന് വിചാരിക്കുക. ഈ 10 ലഡു എടുത്തു വെച്ച് ഡെയിലി 2 വീതം തിന്നു കഴിഞ്ഞാൽ 5 ദിവസം അനീഷയ്ക്ക് തിന്നാം. അപ്പോൾ ലഡു തിന്നുന്നതിൻ്റെ സന്തോഷം കിട്ടും. പക്ഷേ ഇവിടെ ഇപ്പം നമ്മൾ 10 പേരുണ്ടെന്ന് വിചാരിക്കും. ഈ 10 ലഡു അനീഷ 10 പേർക്ക് വിതരണം ചെയ്ത് ഒരുമിച്ചിരുന്ന് നമ്മളെല്ലാവരും കൂടെ കഴിക്കുമ്പോൾ വേറൊരു സന്തോഷം ലഭിക്കും. അപ്പോൾ ഷെയറിങ് നടന്നു അവിടെ. അപ്പം ലഡുവിൽ നിന്നുള്ള മധുരം ആസ്വദിച്ചിട്ടുള്ള സന്തോഷമാണ് അനീഷയ്ക്ക് ഇഷ്ടമെങ്കിൽ 5 ദിവസം കുത്തിയിരുന്ന് വീട്ടിൽ ആരും അറിയാതെ കൊണ്ടുവച്ച് കഴിക്കുക നല്ലത്. പക്ഷേ ഇത് 10 പേർക്ക് വിതരണം ചെയ്ത് ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖം, ആ സന്തോഷമാണ് ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യണം. ഷെയറിങ്ങിൽ നിന്ന് കിട്ടുന്ന ഒരു അവസ്ഥയുണ്ട്, ഒരു ആസ്വാദന അവസ്ഥയുണ്ട്. അത് റിലേഷൻഷിപ്പുകളിൽ നിന്ന് മാത്രമേ നമുക്ക് ആസ്വദിക്കാൻ പറ്റൂ. നമുക്ക് ഒരു ലഡു കൊണ്ടിട്ട് ഒരു മരത്തിന് ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ, ഒരു കല്ലിന് ഷെയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റിലേഷൻഷിപ്പ് വേണം അവിടെ. ഷെയറിങ്. നെക്സ്റ്റ് ആണ് കെയറിങ്. കെയറിങ്ങിൻ്റെ ആവശ്യം വരുന്ന എപ്പോഴെന്നറിയോ? ബുദ്ധിമുട്ടുകൾ വരും നമുക്ക്, മാനസികമായും ശാരീരികമായും നമ്മൾക്ക് പല ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. നമ്മളൊന്നും ശാരീരികമായിട്ട് തളർന്ന് കിടക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അനീഷയ്ക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ വീട്ടിലുണ്ട്. അനീഷ ഒന്ന് തല കറങ്ങി വീണു എന്ന് വിചാരിക്കും. ബോധരഹിതയായി വീണു. അപ്പോൾ അനീഷയെ എടുത്തുകൊണ്ട് കാറ് കയറ്റണ്ടേ? അതിന് താങ്ങി എടുത്തു കൊണ്ടുപോകാൻ ഒരാൾ ഫിസിക്കലി വേണ്ടേ? ഇതുപോലെ നമ്മൾ മാനസികമായിട്ടൊന്ന് തകർന്നു പോകുന്ന സമയത്ത് നമ്മുടെ മെൻ്റലി താങ്ങാനും ഒരാൾ വേണ്ടേ നമുക്ക്? ഫിസിക്കലി താങ്ങുന്ന പോലെ തന്നെയാണ് മെൻ്റലി താങ്ങൽ എന്ന് പറയുന്നത്. സോ അവിടെയാണ് കെയറിങ് എന്ന് പറയുന്ന പോയിന്റ് എന്തിനാണ് വരുന്നതെന്നറിയോ? നമ്മളുടെ ജീവിതത്തിലെ ദുർബല നിമിഷങ്ങൾ വരാം. നമ്മൾ തകർന്നു പോകുന്ന നിമിഷങ്ങളിൽ നമ്മളെ ഒന്നുകൂടെ കുത്തുന്ന ആളുകളാണെങ്കിൽ എങ്ങനെയുണ്ടാവും? ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞിട്ടുള്ളതാണെന്നും പറഞ്ഞ് നമ്മളെ ഒന്നുകൂടെ വേദനിപ്പിക്കും. നമ്മുടെ കയ്യിൽ നിന്നൊരു മിസ്റ്റേക്ക് സംഭവിച്ചു, അപ്പോൾ വീണ്ടും കുറ്റപ്പെടുത്തി എങ്ങനെ ഉണ്ടാവും? ഞാൻ പലപ്പോഴും വീടുകളിൽ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ ചെയ്യാത്തൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുട്ടിയോ ഭാര്യയോ ഭർത്താവോ ആരെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസിൻ്റെ ജഗ്ഗോ മഗ്ഗോ എന്തെങ്കിലും വീണുടഞ്ഞു. ഈ വീണുടയുന്ന അനീഷയുടെ കയ്യിൽ നിന്ന് വീണുടഞ്ഞു എന്ന് വിചാരിച്ചോ, അനീഷയ്ക്ക് വിഷമം ഉണ്ടാവില്ലേ? സ്വന്തം കയ്യിൽ നിന്ന് അശ്രദ്ധ കൊണ്ട് വീണുടഞ്ഞതാ, വിഷമം ഉണ്ടാവില്ലേ? അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഞാനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അവിടെ ഉണ്ട്, അയാൾ ഒരു കമൻറ്റും കൂടെ പറഞ്ഞ, അസത്ത എന്താ എവിടെ നോക്കിയിട്ടാണ് നീ സാധനം എടുക്കുന്നതെന്ന് പറഞ്ഞൊരു കമൻറ്റും കൂടെ തന്നാൽ 2 വിഷമം ഉണ്ടാവില്ലേ? അപ്പോൾ ഈ അവിടെ ഇരിക്കുന്ന അത് കണ്ട ആളുകളുടെ, ഇപ്പം എൻ്റെ മുന്നിലാണ് അനീഷയുടെ കയ്യിൽ നിന്നൊരു മഗ് വീണുടയുന്നെങ്കിൽ ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി എന്തിനാണ് കൊടുക്കുക എന്നറിയോ? മഗ് പോയി. ഇനിയിപ്പോൾ വെറുതെ ഒരു ഡയലോഗ് അടിച്ച് അനീഷയുടെ മൈൻഡും കൂടെ ഉടയണ്ട. തൽക്കാലം സാരല്ലേ, ഇതൊക്കെ പൊട്ടുവാങ്ങും, കുഴപ്പമില്ല എന്ന് പറയാം. അങ്ങനെയാണ് ഞാനിവിടെ തീരുമാനം എടുക്കാറുള്ളത്.
അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? അതാണ് കെയറിങ്. നിൻ്റെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റുമ്പോൾ നിനക്ക് ആവശ്യം ഒരു മെൻ്റൽ സപ്പോർട്ടാണ്, അല്ലാതെ ആ സമയത്ത് ഒരു കുറ്റപ്പെടുത്തലും കൂടെ തരുമല്ല വേണ്ടത്. ഇതിൻ്റെ കെയറിങ് എന്ന് പറയുക. ഒരു ബന്ധത്തിൽ ഷെയറിങ്ങും കെയറിങ്ങും ഉണ്ടോ എങ്കിൽ അതൊരു പോസിറ്റീവ് ബന്ധമാണ്. ഇതേ സമയം ചില ബന്ധങ്ങളിൽ ഈ ഷെയറിങ്ങും കെയറിങ്ങും പോയിട്ടുണ്ടാവും, എന്നാലും ആ ബന്ധം നിലനിന്ന് പോകും. അതിനെ നമ്മൾ ട്രാൻസാക്ഷണൽ റിലേഷൻഷിപ്പ് എന്ന് വിളിക്കും. കടിച്ചു തൂങ്ങി കിടക്കുന്നത് എന്ന് പറയാം. എന്ന് വെച്ചാൽ ഒരാവശ്യത്തിന് ആ റിലേഷൻഷിപ്പ് വേണം. ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള കുറേയധികം ദാമ്പത്യ ബന്ധങ്ങളിൽ ട്രാൻസാക്ഷണൽ റിലേഷൻഷിപ്പേ ഉള്ളൂ. അവർ തമ്മിൽ ഇമോഷണൽ അടുപ്പമൊന്നുമില്ല, അവർ തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പും ഇല്ല, അവർ തമ്മിൽ ഭാര്യയാണെങ്കിൽ എൻ്റെ ആണെന്നൊന്നും തോന്നണമൊന്നുമില്ല. അവരെന്നാലും ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ? കുഞ്ഞുങ്ങളുണ്ടാക്കിയിട്ടുണ്ട്. അവർ വളർന്ന് വലുതാവുന്നവർ, അവർക്ക് അച്ഛനും അമ്മയും വേണ്ടേ? നമ്മൾ നമ്മളുടെ ഇഷ്ടം നോക്കിയിട്ട് നമ്മളുടെ സുഖവും സന്തോഷവും നോക്കിപ്പോയാൽ അവർക്ക് വളർന്ന് വലുതാവുമ്പോൾ പാരൻസ് ഇല്ലാതെയും. സോ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോവാം എന്ന് തീരുമാനിച്ച രണ്ടുപേരും, ഇത് പറഞ്ഞ് തീരുമാനിച്ചിട്ടൊന്നുമില്ല, രണ്ടുപേരും ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ചിന്തിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകുന്നു. അപ്പോൾ എന്താണ്, എത്ര വരവ് ഉണ്ടായി, എത്ര ചിലവുണ്ടായി, കഴിക്കാൻ വല്ലതും ഉണ്ടോ, EMI അടച്ചോ, ഇങ്ങനത്തെ ട്രാൻസാക്ഷണൽ കമ്മ്യൂണിക്കേഷൻസേ ഉള്ളൂ അവിടെ. ഇമോഷണൽ കമ്മ്യൂണിക്കേഷനൊന്നും ഇല്ല, സൗഹൃദ സംഭാഷണങ്ങളൊന്നുമില്ല, സന്തോഷങ്ങൾ പങ്കിടലുകളൊന്നുമില്ല. കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ, ടാങ്കിൽ വെള്ളമുണ്ടോ, EMI അടച്ചിട്ടുണ്ടോ, മറ്റേ പിരിവുകാർക്ക് പൈസ കൊടുത്തോ, ബാങ്കിൽ എത്ര അക്കൗണ്ടിൽ പൈസ ഉണ്ട്, ഇത്തരം കാര്യങ്ങൾ മാത്രമേ സംസാരിക്കൂ അവർ. അത് നേരിട്ടൊന്നും സംസാരിക്കില്ല. അവിടെയും ഇവിടേക്ക് ഇരുന്ന് വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കുന്നുണ്ടോ, മുഖത്ത് നോക്കിയൊന്നും സംസാരിക്കില്ല, കണ്ണിലേക്കോ മുഖത്തേക്കോ ഒന്നും നോക്കില്ല, ദേഹത്തൊന്നും തൊടില്ല, ഒന്ന് തോള് കൈയിടില്ല, ഒന്ന് കെട്ടിപ്പിടിക്കില്ല. അങ്ങനത്തെ ബന്ധങ്ങളാണത്. സോ അതിനെ ട്രാൻസാക്ഷണൽ റിലേഷൻഷിപ്പ്. ഇത് തിരക്കടൊന്നുമില്ല. അതായത് ഈ പറഞ്ഞ പോലെ കുട്ടികൾ വളർന്നു വലുതാവണ്ടേ എന്നുള്ള ഒരു മോട്ടീവ് ഉണ്ട് അവിടെയെങ്കിൽ നമ്മുടെ സന്തോഷം സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറുവാണെങ്കിൽ ഇപ്പം അയാളോട് എനിക്കൊന്നും പറയാനില്ല, അങ്ങനെ പോയിക്കോട്ടെ എന്ന് വിചാരിക്കും. അടുത്തതാണ് ടോക്സിക് റിലേഷൻ. പക്ഷെ അത് ഡേഞ്ചറാണ്. ടോക്സിക് റിലേഷൻ്റെ പ്രത്യേകത എന്താണെന്ന്, ശരിക്കും ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ഫോം ആവുന്നതിന് കൃത്യമായ ഒരു ഡെഫിനിഷനുണ്ട്. ഒരാൾക്ക് ആ ബന്ധം അനിവാര്യമായിരിക്കുകയും മറ്റൊരാൾക്ക് ആ ബന്ധം ഒരു ഗെയിം പോലെ ഒരു തമാശ കളിയായിരിക്കുകയും ചെയ്യുമ്പോൾ ടോക്സിക് ആവുന്നത്. ഒരാൾക്ക് ആ ബന്ധത്തിൽ വളരെ ആത്മാർത്ഥതയും അനിവാര്യതയും ഉണ്ട്, മറ്റേ ആൾക്ക് ഇത് പോട്ടെ എന്നുള്ള രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അയാൾക്ക് അത് നിലനിർത്തണമെന്നൊന്നും ആഗ്രഹമൊന്നുമില്ല, ബന്ധത്തിന് വാല്യൂ ഇല്ല. ഒരാൾക്ക് മനുഷ്യവികാരങ്ങളെ ബഹുമാനിക്കുവാനും പ്രാക്ടീസ് ചെയ്യുവാനും നല്ല താല്പര്യമുണ്ട്, മറ്റേ ആൾക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ ബോധമില്ല. ഇങ്ങനെ രണ്ട് എക്സ്ട്രീം ലെവലിലുള്ള മനുഷ്യർ ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ് ഈ ടോക്സിക് റിലേഷൻ ഉണ്ടാവുന്നത്. അതിലേറ്റവും വലിയ രസം എന്താണെന്നറിയോ? ഈ വ്യക്തി ഇയാളോട് മാത്രമായിരിക്കും ടോക്സിക്, എല്ലാവരോടും ടോക്സിക് ആവില്ല. അദ്ദേഹം മറ്റുള്ള എത്രയോ ആളുകളോട് വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇടപഴകുന്ന കാണാം, പക്ഷെ നമ്മുടെ അടുത്ത് എത്തിയ ടോക്സിക് ആവും. അവർ പറയുന്നത് എനിക്ക് അത്രയും സ്പെഷ്യൽ നീ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. എനിക്ക് നാട്ടുകാരോട് ചീത്ത വിളിക്കാൻ പറ്റുമോ, എനിക്ക് നാട്ടുകാരെ പോയി തല്ലാൻ പറ്റുമോ? എനിക്ക് എന്റെ സ്വന്തം എന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്തല്ലേ എനിക്കിത് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്റെ സ്വന്തം എന്ന് പറയുന്ന ആളുടെ തലേ കയറി എന്തും ചെയ്യാമെന്നുള്ള ഒരു ലൈസൻസ് കോൺഷ്യസ്നസ് ഡേഞ്ചറസ് ആണ്. സ്വാഭാവികമാണ് നമുക്ക് അടുപ്പം കൂടുന്ന ആളുകളോട്, 24 മണിക്കൂറും നമ്മളുടെ ഒപ്പം ജീവിക്കുന്ന ആളുകളോട് കുറച്ചൊക്കെ നമ്മൾ പച്ചയ്ക്ക് തന്നെയാണ് നമ്മളെ കാണിക്കുക. പബ്ലിക്കിന് മുന്നിൽ കുറച്ചുകൂടെ മാസ്ക്ഡാണ് നമ്മൾ, പക്ഷേ നമ്മുടെ ഒപ്പം ജീവിക്കുന്ന ആളുകളുടെ മുന്നിൽ കുറച്ചുകൂടെ നമ്മൾ ഉള്ള പോലെ നമ്മൾ കാണിക്കുന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷെ അതിനർത്ഥം എൻ്റെ കൂടെ ജീവിക്കുന്ന ഒരാൾ എന്നിൽ നിന്നുള്ള ഒരു റെസ്പെക്റ്റും അർഹിക്കുന്നില്ല എന്നോ സന്തോഷവും അർഹിക്കുന്നില്ല എന്നോ അല്ല. അത് ടോക്സിക്കായി മാറുന്നുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്നറിയോ? ഒരു വ്യക്തി വെർബലായിട്ട്, ഇമോഷണലായിട്ട്, ഫിസിക്കലായിട്ട് അബ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫിസിക്കലായിട്ട് തല്ലുന്നുണ്ടെങ്കിൽ, വെർബലായിട്ട് ആ ഒരു വ്യക്തിയെ തകർക്കുന്ന രീതിയിൽ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ടോക്സിക്കാണ്. രണ്ടാമത്തെ വിഷയം, നിനക്ക് ഞാനില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു ഫീല് നിനക്കുണ്ടാക്കി തരുന്നുണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ ഈസ് ടോക്സിക്. നീ എൻ്റെ ഔദാര്യത്തിലാണ് ശരിക്കും ജീവിക്കുന്നതെന്ന് നിനക്കിങ്ങനെ ഫീൽ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക, അടിമത്വം ഫീൽ ചെയ്യിപ്പിക്കുക, ഐ ആം ദ ബോസ് എന്നുള്ള ഫീല്. അങ്ങനെ പിന്നെ ഞാൻ നിന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് എന്നത് ചിത്രീകരിക്കുവാൻ കുറേ വളഞ്ഞ എക്സ്പ്ലനേഷൻസും കൊണ്ടുവരിക. അത് അങ്ങനെയൊക്കെ ചിത്രീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് നിനക്ക് ഫീലാവില്ലേ? ഞാൻ ഇങ്ങനെ എക്സ്പ്ലനേഷൻ തരേണ്ട ആവശ്യമുണ്ടോ? പഞ്ചസാരയ്ക്ക് മധുരമാണ് ഉള്ളത് എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ?
വായിലിട്ട് വന്നാൽ മനസ്സിലാവില്ലേ പഞ്ചസാരയ്ക്ക്? ഞാൻ എന്തിനാ അതിനെക്കുറിച്ച് ഉപന്യാസം ഉണ്ടാക്കുന്നത്? സോ ഞാൻ നിന്നെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ട് എന്നിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് മാനിപ്പുലേറ്റീവ്. അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടെന്നേ, അത് മുന്നിലുള്ള ആൾക്ക് മനസ്സിലാവും സ്നേഹിക്കുന്നുണ്ടെന്ന്. ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ വികാരം, സ്നേഹമൊക്കെ മനസ്സിലാക്കാൻ പറ്റണം. അത് എൻ്റെ ഉള്ളിൽ നല്ല സ്നേഹമുണ്ട്, പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ, ഞാൻ അധികം പ്രകടിപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ പുള്ളിയോട് ഞാൻ പറയും, എൻ്റെ ഒരു കെട്ട് പണമുണ്ട്, പക്ഷെ നിങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ലെന്നേ ഉള്ളൂ, ഞാനത് എണ്ണിത്തരട്ടെ. ഈ സാധനം കാണാൻ പറ്റില്ല, പിന്നെ അത് എന്തിനു ഉള്ളൂ? അപ്പോൾ സ്നേഹം ഉള്ളിലുണ്ട്, പ്രകടിപ്പിക്കാൻ കഴിയില്ലെന്നേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ അതിനെ സ്നേഹം ഒന്നും വിളിക്കില്ല. അത് പഞ്ചസാര ഇല്ലാത്ത, മധുരമില്ലാത്ത പഞ്ചസാര പോലെ, എരിവില്ലാത്ത മുളക് പോലെ ആണത്. പിന്നെ അത് യൂസ്ലെസ് അല്ലേ? മുളക് നമ്മൾ എരിവിനാണ് ഉപയോഗിക്കുന്നത്, പഞ്ചസാര മധുരത്തിനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ പ്രകടനമില്ലാത്ത സ്നേഹം പിന്നെ എന്തിനു വേണോ? സ്നേഹം എന്തിനു കൊള്ളും? ഇത്തരം വ്യാജ വാക്കുകൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ ലക്ഷണങ്ങളാണ്. മാനിപ്പുലേറ്റീവ്. അടുത്തത്, നിങ്ങൾ പറഞ്ഞ വാക്കുകളെ എടുത്തിട്ട് വേറൊരു മീനിങ് കൊടുത്തിട്ട് നാളെ നീ ഇന്നലെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരും. അപ്പോൾ ഞാനതല്ല ഉദ്ദേശിച്ചത്, ഞാൻ അതല്ല പറയാൻ വന്നത് എന്ന് പറഞ്ഞാൽ, അല്ല നീ അതന്നെ പറയാൻ വന്നത്. നമ്മൾ പറഞ്ഞ വാക്കുകളെ തന്നെ മറ്റൊരർത്ഥത്തിൽ തിരിച്ചിടും ഇങ്ങോട്ട്. അത് ഈ ടോക്സിക് അങ്ങനെ പറയുന്നതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ അവർ ഈ പുള്ളിക്കാരന് ഇഷ്ടമല്ല എന്നുള്ളതായിരിക്കില്ലേ? ആ വ്യക്തി ഇഷ്ടമില്ലായ്മ കൊണ്ട് ടോക്സിക് ആവില്ല. ഈ ലോകത്ത് ഒരുമിച്ച് ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരും പോലെയുള്ള പല ബന്ധങ്ങളും വലിയ ഇഷ്ടമുണ്ടായിട്ടൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ ജീവിക്കുന്നുണ്ടാവും. അല്ല, ഈ ടോക്സിക് ആവുന്നതിന്റെ റീസൺ പിന്നെ എന്തായിരിക്കും? എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ പെരുമാറുന്നത്? അതൊരു വൈകല്യമാണ്. അതൊരു നാർസിസിസം പോലെയുള്ള പോയിന്റിലേക്കൊക്കെ പോയാൽ അതൊരു മനോവൈകല്യമാണ്. അത് എനിക്ക് ഇഷ്ടമുള്ളത് എന്ന് പറയുന്നതിൻ്റെ ഒരു സെൻസിലുള്ള ഡിഫറൻസ്. ഞാനിതിനെ കട്ടപ്പ ബാഹുബലി സിംറ്റം എന്ന് വിളിക്കാറുണ്ട്. കേട്ടിട്ടുണ്ടോ? അതെന്താന്ന് അറിയോ? കട്ടപ്പ ബാഹുബലിയും രണ്ട് കുരുവികളെ കാണും. അപ്പോൾ ബാഹുബലി കട്ടപ്പയോട് പറയാണ്, കട്ടപ്പ അത് പാത്തീங்களா எவ்வளோ அழகாக இருக்குது சிட்டிக்குருவிகள். അപ്പോൾ കട്ടപ്പ പറയുകയാണ്, ആമാപ്പാ அதை പിടിച്ച് കുരുമുളക് പോട്ട് സാപ്പിട്ട അടിപൊളിയായിരിക്കും. ബാഹുബലി അതിനെ സ്നേഹിക്കുന്നത് അവയുടെ സൗന്ദര്യത്തെയാണ്, കട്ടപ്പ സ്നേഹിക്കുന്ന അതിനെ പൊരിച്ചിട്ടുള്ള ഇറച്ചിയാണ്. അപ്പം ഇതുപോലെ ഇപ്പം നിന്നോടൊരാൾക്ക് ഇഷ്ടമാണെങ്കിൽ നിന്നോടുള്ള ഇഷ്ടം നിന്റെ സന്തോഷം കാണുമ്പോൾ കൂടും എങ്കിൽ നിന്നെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കില്ലേ? നിന്നോടുള്ള ഇഷ്ടം നിന്റെ കരച്ചിൽ കാണുമ്പോൾ കൂടുമെങ്കിലോ എങ്ങനെ ഉണ്ടാവും? ആ വ്യക്തി നിന്നോട് എന്താ ചെയ്യുക? നീ കരയുന്നത് കാണുമ്പോൾ, നീ കെഞ്ചുന്നത് കാണുമ്പോൾ, നീ പിന്നാലെ നടക്കുന്നത് അവർക്ക് സന്തോഷം കിട്ടുക. അങ്ങനെ സന്തോഷം കിട്ടുന്ന ഒരാളാണെങ്കിൽ അയാൾ നിന്നോട് എന്തായിരിക്കും പെരുമാറുക? ടോക്സിക് ആയിരിക്കില്ലേ? ദിസ് ഈസ് ദ പ്രോബ്ലം. അത് ഇഷ്ടമില്ലായ്മ എന്ന് പറഞ്ഞാൽ രണ്ടു വഴിക്കാവും. ഒരു ഇഷ്ടമില്ലാതെ ആയതുകൊണ്ടാണെങ്കിൽ എനിക്ക് നിന്റെ വഴി, നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി പറഞ്ഞ് പിരിയാലോ. അല്ലെങ്കിൽ ഈ ലോകത്ത് എല്ലാവരും ഇഷ്ടമുണ്ടായിട്ടൊന്നും ആയിരിക്കില്ല ഒരുമിച്ച് ജീവിക്കുന്നുണ്ടാവുക, അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോവുമായിരിക്കും, അങ്ങനെയാവാലോ. അതൊരു ടോക്സിക് ആവണമെന്നില്ല. ടോക്സിക് ആവുന്നത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വ വൈകല്യമാണ്. ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ മറ്റേ വിക്ടിം സ്റ്റക്കായി പോകും. ടോക്സിസിറ്റി എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് ക്യൂർ ചെയ്യാൻ പറ്റുന്നതല്ല. അതിന് ഹീലിംഗ് സൊല്യൂഷൻസ് ഇല്ല. ആ മനുഷ്യനെ മനസ്സിലാക്കി കൊടുക്കാൻ പോലും നമുക്ക് പറ്റില്ല. യു ആർ ടോക്സിക്, നിങ്ങൾ മാറാനുണ്ട് എന്ന് പറഞ്ഞ അംഗീകരിക്കില്ല. നിങ്ങൾക്കാ പ്രശ്നം, എനിക്കൊരു കുഴപ്പമില്ല. ബാക്കി നാട്ടുകാരോട് മുഴുവൻ പോയി ചോദിക്കുക എനിക്ക് വല്ല കുഴപ്പമുണ്ടോയെന്ന്. പോയി ചോദിച്ചാലും ഒരു കുഴപ്പമുണ്ടാവില്ല. അറിയോ? നമ്മൾ ബാക്കിയുള്ളടത്ത് അവർ നല്ല രീതിയിലായിരിക്കും പെരുമാറുന്നത്. എല്ലാം ഈ മനുഷ്യനെ കുറിച്ച് നീ മാത്രമേ ഇങ്ങനെ പറയുള്ളൂ എന്ന് പറയും. സോ എവിടെയും നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ബട്ട് നമ്മളുടെ എക്സ്പീരിയൻസുകളെ നമ്മൾ വിശ്വസിക്കണം. നമ്മൾക്ക് ആ ടോക്സിസിറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് ചെക്കിംഗ് ഉള്ളത്. പ്രൊഫഷണൽ സപ്പോർട്ടോടുകൂടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, സ്വയം ഗസ് ചെയ്യരുത്. രണ്ട് ചെക്കിങ്ങാണ് ഉള്ളത്. ഒന്ന്, എൻ്റെ ഡിസ്ട്രസ് ടോളറൻസും മറ്റും കുറഞ്ഞു പോയതുകൊണ്ടോ എൻ്റെ ഡിപ്രഷനോ ബൈപ്പോളാറോ മറ്റോ കൊണ്ടോ അദ്ദേഹം എങ്ങനെ ബിഹേവ് ചെയ്യുമ്പോഴും എനിക്കത് പ്രശ്നമായിട്ട് തോന്നുകയാണോ എന്നുള്ളത് ആദ്യം ഒന്ന് ഓക്കെ ആക്കണം നമ്മൾ. അത് നമുക്കൊരു എക്സ്പേർട്ടിൻ്റെ സപ്പോർട്ട് കിട്ടി, അല്ല നിൻ്റെ തോന്നലല്ല, പുള്ളി ശരിക്കും ടോക്സിക് തന്നെയാണ് കേട്ടോ എന്നുള്ളത് നിനക്ക് മനസ്സിലായാൽ, ടോക്സിക് ആയ പേഴ്സണിൽ നിന്ന് രണ്ട് സൊല്യൂഷനേ നമുക്കുള്ളൂ ടോക്സിക് ആയ പേഴ്സണെ ഡീൽ ചെയ്യാൻ. ഒന്നാമത്തെ സൊല്യൂഷൻ, ജെന്യൂൻ സൊല്യൂഷൻ, ടോക്സിക് ആയ ആളുടെ കൂടെ ഒരിടപാടും ഇല്ലാതെ ആവുക, ഫിനിഷ്, സ്റ്റോപ്പ് ചെയ്യുക, അകലുക എന്നുള്ളതാണ്. സ്വന്തം അച്ഛനും അമ്മയും ടോക്സിക് ആണെങ്കിൽ അവരിൽ നിന്ന് അകലണം എന്നാണ് ഞാൻ പറയുക. നാട് വിട്ട് എവിടെയെങ്കിലും പോയിട്ട് ജോലി ചെയ്യണമെന്ന് പറയും. പിന്നെ ബാക്കിയുള്ള ഒന്നും പറയണ്ടല്ലോ. ഏത് ബന്ധത്തിലും ടോക്സിക് ആണെന്ന് ഐഡൻറ്റിഫൈ ആയി കഴിഞ്ഞാൽ അവിടെ നിന്ന് അകലുക ഫിസിക്കലി.
ഇത് ഒരിക്കലും പറ്റാത്ത ചില ആൾക്കാരുണ്ടാവും. ഫിസിക്കലി അങ്ങനെ മാറിപ്പോവാൻ പറ്റാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളുണ്ടാവും. അവർ മെൻ്റലി അകലുക. അതെങ്ങനെയാണ് മെൻ്റലി അകലുക? ഒരു വ്യക്തിക്ക് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ കൊടുത്തിരിക്കുന്ന സ്ഥാനമുണ്ട്. ആ സ്ഥാനം എത്ര ഉയർന്നതാണോ അതിനനുസരിച്ച് ആ വ്യക്തിക്ക് നമ്മളെ വേദനിപ്പിക്കുവാനുള്ള കഴിവ് കൂടുതലായിരിക്കും. ഇപ്പം നമ്മൾ വളരെ പ്രിയപ്പെട്ട ആൾ എന്ന് കരുതുന്ന ഒരാൾ നമ്മളെ ഒന്ന് ചീത്ത വിളിച്ചാൽ നമ്മുടെ ഉള്ളിൽ തേങ്ങും. റോഡിലൂടെ നടന്നു പോകുന്ന അപരിചിതനായ ഒരാൾ നമ്മളെ ഒന്ന് ചീത്ത വിളിച്ചിട്ട് പോയാൽ നമുക്ക് ഉള്ളിൽ തട്ടുമോ? ഇല്ല. നമ്മൾ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന സ്ഥാനത്തിനനുസരിച്ചാണ് ആ വ്യക്തിയുടെ പെരുമാറ്റങ്ങൾ നമ്മളെ ഹർട്ട് ചെയ്യുന്നത്. സോ നമ്മളെ സ്ഥിരം വേദനിപ്പിക്കുന്ന ഒരാൾക്ക് നമ്മൾ ഹൃദയത്തിൽ വലിയ ശ്രീകോവിലിൽ സ്ഥാനം കൊടുത്തിരുത്തിന് അയാളെ ചവിട്ടി പുറത്താക്കുക ഹൃദയത്തിൽ നിന്ന്. ഫിസിക്കലി അകലുന്നില്ല, മെൻ്റലി ആ മനുഷ്യനെ അകത്ത് കൊടുത്തിരിക്കുന്ന സ്ഥാനം ഒഴിവാക്കുക, പുറത്താക്കുക മനസ്സിൽ നിന്ന്. മനസ്സിൽ പ്രതിഷ്ഠിക്കരുത്. എൻ്റെ മനസ്സിൽ നിങ്ങൾ വലിയ ഭാവനയൊന്നുമില്ല നിങ്ങളെക്കുറിച്ച് എന്ന രീതിയിൽ പുറത്താക്കുക. ഇതിനാണ് മെൻ്റൽ ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുക. ഈ 2 വഴികളിലൂടെ നമുക്ക് ടോക്സിസിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഇതിനെ കറക്റ്റ് സ്റ്റെപ്പുകളിലൂടെ പോകുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ടോക്സിക് പേഴ്സണിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുകയും വേണ്ട ഒരു അവസ്ഥയിൽ ഒരാൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് നമ്പർ 1 ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി സ്ട്രോങ് ആക്കുക. അതായത് സ്വന്തമായ വല്ല പാഷനോ ജോലിയോ കുറച്ച് പൈസ ഉണ്ടാക്കലോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒന്ന് സ്റ്റേണായിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക. ഡിപ്പെൻഡൻസി ഒഴിവാക്കുക. രണ്ടാമത്തത് സോഷ്യൽ സപ്പോർട്ടുകൾ ഉണ്ടാക്കുക. കുറച്ച് സൗഹൃദങ്ങളും കുറച്ച് ആളുകളൊക്കെ ആയിട്ട് ബന്ധങ്ങളൊക്കെ ഉണ്ടായി നമുക്ക് ഈ ഒരു ലോകം മുഴുവൻ ഇതാണെന്ന് ചിന്തിക്കാതെ മറ്റു ജീവിത രീതികളുണ്ട് ഈ ലോകത്ത് നിന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് ആക്ഷനിലേക്ക് കിടക്കുക. ഈ മെൻ്റലി നമ്മൾ ആ വ്യക്തിയെ അവോയ്ഡ് ചെയ്യുകയോ ഫിസിക്കലി തന്നെ ആ വ്യക്തിയെ അവോയ്ഡ് ചെയ്യുകയോ ചെയ്യുക. ഇത് മാത്രമേ ഉള്ളൂ സൊല്യൂഷൻ. ടോക്സിസിറ്റി മാറ്റാൻ വേണ്ടി നിങ്ങൾ മന്ത്രവാദം ചെയ്തോ അല്ലെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചോ സൈക്കോളജി കൊണ്ടേ കാണിച്ചോ ശരിയാക്കി എടുക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് പറ്റില്ല. ആ വ്യക്തിക്ക് സ്വയം തോന്നിയിട്ട് ഐ എം ടോക്സിക്, ഐ വോണ്ട് ടു ചേഞ്ച് എന്ന് തോന്നിയിട്ട് ചെയ്യുവാണെങ്കിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ദിസ് ഈസ് എ മെസ്സേജ്. മാറി നിൽക്കുക. നിങ്ങൾ പാമ്പ്, നല്ലൊരു ഉദാഹരണം. പാമ്പുണ്ട്, മുയലുണ്ട്. മുയലൊരു പെറ്റാണ്. നിങ്ങൾക്ക് എടുത്ത് കൊഞ്ചിക്കാം. ഈ പാമ്പിനെ എടുത്ത് കൊഞ്ചിച്ച എന്താ സംഭവിക്കുക? മൂർഖൻ എന്താ സംഭവിക്കുക? കടി കിട്ടും, കൊത്ത് കിട്ടും അല്ലേ? അപ്പോൾ അതിനെ നമ്മൾക്ക് കുറച്ച് കൗൺസിലിംഗ് ചെയ്ത് ശരിയാക്കിയിട്ട് മുയലിനെ പോലത്തെ സ്വഭാവമാക്കാൻ പറ്റുമോ? അതാണ് നമ്മൾ അതിനോട് നിൽക്കേണ്ട പോലെ നിൽക്കുള്ളൂ. ഇതേപോലെ ഒരാൾക്ക് ടോക്സിസിറ്റി ഉണ്ടെങ്കിൽ പിന്നെ അതിന് മെക്കാനിക് ഒന്നും ചെയ്യേണ്ട. അതാണ് അതിനോട് എങ്ങനെ നിൽക്കണം നമ്മൾ പഠിക്കുക. അപ്പോൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് നമുക്ക് എങ്ങനെ മാറി ചിന്തിക്കാം, എന്ത് ചെയ്യാം എന്നതിനെക്കുറിച്ച് തന്നെയാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ മറ്റൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും എത്തിയല്ലേ സർ? യെസ്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ബൈ.